ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റിയുടെ പാർട്ട് 2 ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ എക്കണോമിക് ക്രൈസിസ്, ഫ്രഞ്ച് തിങ്കേഴ്സ്, അതുപോലെ എസ്റ്റേറ്റ് ജനറൽ മീൻസ് എന്നീ ഭാഗങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ലൂയി 16 കാലത്ത് ഉണ്ടായ കാർഷിക മാറ്റങ്ങളും സാമൂഹിക വ്യവസ്ഥയിലുള്ള മാറ്റങ്ങളും അതുപോലെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് എങ്ങനെ ഒരു വിപ്ലവം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അതിന് ഇടയായ കാരണങ്ങൾ എന്തെല്ലാമാണ്, അവിടെയുള്ള ക്രൈസിസ് എന്താണ്, അവിടെ ആരെല്ലാമാണ് ആ ഒരു വിപ്ലവത്തിന് സ്വാധീനം ചെലുത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എക്കണോമിക് ക്രൈസിസ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം. അപ്പോൾ എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണം അവിടുത്തെ ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടായ കുറവാണ്. ഇപ്പോൾ കാർഷിക മേഖലയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ പ്രൊഡക്ഷൻ കുറയും, സാധനങ്ങളുടെ വില വർദ്ധിക്കും. അങ്ങനെ സാധനങ്ങളുടെ വില 60% വരെ വർദ്ധിക്കാൻ ഇത് കാരണമായി. അപ്പോൾ നമുക്കറിയാം, എന്തായാലും ഭക്ഷ്യധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉൽപ്പാദനം കുറഞ്ഞാൽ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമെന്ന്. അപ്പം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. സാധനങ്ങളുടെ വില 60% വർദ്ധിച്ചു. എസ്റ്റേറ്റ് ജനറൽ പാർലമെന്റിൽ ഒത്തുകൂടുന്നതിന് 19 വർഷം മുമ്പാണ് അവിടെ എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. അതായത് 1770 എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിട്ടുള്ളത്. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആയിരുന്നു. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ വളരെ സിവിയർ ക്രൈസിസ് ഉണ്ടായ വർഷമാണ് 1770. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു, പ്രൈസ് വളരെ കൂടി, സെറൽസ്, ബ്രെഡ് തുടങ്ങിയവയ്ക്കൊക്കെ വില വർദ്ധിച്ചു. അപ്പോൾ വേജസ് വളരെ കുറവായിരുന്നു. അതായത് വേജസ് ഇൻക്രീസ് ചെയ്ത് വെറും 22% മാത്രമായിരുന്നു. അതുപോലെ കന്നുകാലികൾക്ക് വേണ്ടുന്ന തീറ്റ അതിൻ്റെയും ഷോർട്ടേജ് ഉണ്ടായി. സിവിയർ ഷോർട്ടേജാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റോക്ക് കുറഞ്ഞു. അതായത് കന്നുകാലികളുടെ അളവും കുറഞ്ഞു. അവയെ വളർത്തുക വളരെ ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ അതുകൊണ്ട് ലൈഫ് സ്റ്റോക്കും കുറഞ്ഞു. അങ്ങനെ ഇത് പോപ്പുലേഷൻ്റെ 1/3 ഇത് വളരെയധികം എഫക്റ്റ് ചെയ്തു. വളരെ അഡ്വേഴ്സ്ലി ഇത് എഫക്റ്റ് ചെയ്തു. അപ്പം ഭക്ഷ്യധാന്യങ്ങളുടെ കുറവും കന്നുകാലികൾക്ക് വേണ്ടുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കുറവും ജനസംഖ്യയെ വളരെയധികം ബാധിച്ചു, അല്ലെങ്കിൽ ജനങ്ങളെ വളരെയധികം ബാധിച്ചു. പിന്നീടുള്ള കാര്യം എന്തായിരിക്കും? ഭക്ഷണം കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്തുള്ള രാജ്യത്തു നിന്ന് നമ്മളത് ഇറക്കുമതി ചെയ്യും. ഇവിടെയും അത് തന്നെ ചെയ്തു. അപ്പോൾ രാജാവ് ബ്രിട്ടനിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടുന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർ കൂടുതൽ സാധനങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇറക്കുമതി തീരുവ അഥവാ ഇമ്പോർട്ട് ടാക്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറയ്ക്കും. അപ്പം ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറഞ്ഞ അളവിൽ ഏർപ്പെടുത്തി. അപ്പം ഫ്രാൻസിൽ ഒരുപാട് ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ നിറഞ്ഞു. അപ്പം ഇത് അവിടെയുള്ള ആളുകൾക്ക്, അതായത് ഫ്രാൻസിലെ ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കി. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഫ്രാൻസിലുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇവർ നഷ്ടപ്പെട്ട ആളുകളെല്ലാവരും കൂടെ, അല്ലെങ്കിൽ മറ്റ് വർക്കേഴ്സും എല്ലാവരും സ്ട്രീറ്റിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പം ഫ്രാൻസുമായിട്ട് ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതോടുകൂടി ഉൽപ്പന്നങ്ങൾ കൂടിയെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഫ്രാൻസിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കൂടി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുക ചെയ്യുന്നത്. അങ്ങനെ ഡിസ്ഗ്രൻഡിൽഡ് ഫാമേഴ്സ്, നോട്ട് സാറ്റിസ്ഫൈഡ്, തൃപ്തരല്ലാത്ത ഫാമേഴ്സും ആർട്ടിസൻസും അതുപോലെ മറ്റ് വർക്കേഴ്സും അതർ വർക്കേഴ്സും സ്ട്രീറ്റിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തി. അപ്പോൾ രാജാവ് എന്താ ചെയ്തത്? ലൂയി 16 അദ്ദേഹം ബാങ്കേഴ്സിൽ നിന്ന് കടം വാങ്ങി. ഇപ്പോൾ ഒരു ബോണ്ടൊക്കെ സൈൻ ചെയ്ത് ബാങ്കറിൻ്റെ അടുത്ത്, ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് പീപ്പിൾ തന്നെയാണ്, അവരിൽ ഒരുപാട് പണമുണ്ട്. അപ്പം അവരിൽ നിന്നും പണം കടം വാങ്ങി. പക്ഷേ ഖജനാവ് കാലിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഖജനാവ് കാലി ആയതുകൊണ്ട് അവർ പിന്നീട് വായ്പ നൽകാൻ തയ്യാറായില്ല. അങ്ങനെ ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ, ബാങ്കേഴ്സ് അടങ്ങുന്ന മിഡിൽ ക്ലാസ് പീപ്പിൾ രാജാവിനോട് എല്ലാവർക്കും ഒരുപോലെ ടാക്സ് ഈടാക്കണം, അതായത് സാധാരണക്കാരും അതുപോലെ പ്രീസ്റ്റ്, നോബിൾസ് ഇവരിൽ നിന്നെല്ലാം തന്നെ ഒരേ രീതിയിൽ നികുതി ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടെയും മിഡിൽ ക്ലാസ് പീപ്പിൾ രാജവംശത്തിനെതിരെ അല്ലെങ്കിൽ രാജവാഴ്ചയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരും രാജവാഴ്ചയ്ക്കെതിരെ ഉള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ്. ഫ്രഞ്ച് വിപ്ലവത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് ഫ്രഞ്ച് തിങ്കേഴ്സ്. അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്ത ഫ്രഞ്ച് തിങ്കേഴ്സാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അപ്പോൾ ഇവർ ഏത് രീതിയിലാണ് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് റെവല്യൂഷന് പ്രധാനമായും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അപ്പോൾ ഇവർ
ജനങ്ങളെ തങ്ങളുടെ റൈറ്റിങ്സിലൂടെ, തങ്ങൾ എഴുതിയ ബുക്കുകളിലൂടെ, അതുപോലെ ആശയങ്ങളിലൂടെ ജനങ്ങളെ അന്നത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുകയും അതിനെതിരെ അവരെ പ്രവർത്തിക്കാൻ പ്രേരിതരാക്കുകയും ചെയ്തു. ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആൻഡ് ദർ ഐഡിയാസ്, അവരുടെ ആശയങ്ങളാണ് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. അവരെ ഇൻജസ്റ്റിസിനെതിരെ പ്രതിഷേധിക്കാൻ ശക്തരാക്കിയത് ഫ്രഞ്ച് ഫിലോസഫേഴ്സിൻ്റെ ഐഡിയാസ് ആണ്. ദീസ് ഐഡിയാസ് കൺവിൻസ് ദ പീപ്പിൾ ഓഫ് ദ സിറ്റുവേഷൻ ദേ വേർ ഫേസിങ്. അവരിപ്പം ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിച്ചത് ഈ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആണ്. അതുപോലെ ജനങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതും ഫിലോസഫേഴ്സ് ആണ്. ദേ ഇൻസ്പയർഡ് ദം ടു റിയാക്ട് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അന്യായത്തിനെതിരെ റിയാക്ട് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതും ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആണ്. അത്തരത്തിലുള്ള ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആണ് വോൾട്ടയർ, റൂസോ, അതുപോലെ മോണ്ടസ്ക്യൂ. അപ്പോൾ തങ്ങളുടെ റൈറ്റിങ്സിലൂടെ അവർ അക്കാലത്ത് നിലനിന്നിരുന്ന കാത്തലിക് ചർച്ചിൻ്റെ അവസ്ഥയും ജനങ്ങളുടെ അവസ്ഥയും എല്ലാം തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്തു. വോൾട്ടയർ വാസ് എ ഫിലോസഫർ, ഹിസ്റ്റോറിയൻ, സെറ്റാരിസ്റ്റ് ആൻഡ് ഫിലാന്ത്രോപിസ്റ്റ്. അപ്പോൾ വോൾട്ടയർ ഫിലോസഫറാണ്, ഹിസ്റ്റോറിയനാണ്, സെറ്റാരിസ്റ്റ് ആണ്, അതുപോലെ ഒരു ഫിലാന്ത്രോപിസ്റ്റ് കൂടിയാണ്, ഒരു മനുഷ്യസ്നേഹി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു തത്വജ്ഞാനിയാണ്, ചരിത്രകാരനാണ്, ആക്ഷേപഹാസ്യകാരനാണ്, മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം തൻ്റെ വർക്കിലൂടെ തുടർച്ചയായി ക്ലർജിയെ ക്രിറ്റിസൈസ് ചെയ്തു. അത് കാരണം തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഫ്രാൻസിൽ നിന്നും എക്സ്പെൽ ചെയ്യേണ്ടി വന്നു, അവിടെ നിന്ന് പോവേണ്ടി വന്നു. അടുത്തതാണ് റൂസോ. റൂസോ എഡ്യൂക്കേഷണൽ ഫിലോസഫറാണ്, അതുപോലെ പൊളിറ്റിക്കൽ തിയറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. ഇതിൽ സിറ്റിസണും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് വ്യക്തിയും സ്റ്റേറ്റും എങ്ങനെയായിരിക്കണം, അവരുടെ റിലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള വർക്കാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോ സ്റ്റേറ്റഡ് ദ പീപ്പിൾ ക്രിയേറ്റഡ് ദ കിങ് ത്രൂ എ കോൺട്രാക്റ്റ് ഫോർ ദർ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ്. അപ്പോൾ ജനങ്ങളുടെ വെൽഫെയറിനും ജനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ആണ് ആര്? രാജാവ്. അതും ഒരു ഉടമ്പടിയിലൂടെയാണ് രാജാവിനെ ജനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദ പീപ്പിൾ ക്രിയേറ്റഡ് ദ കിങ് ത്രൂ എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് വഴി ജനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് രാജാവിനെ. എന്തിനു വേണ്ടി? ഫോർ ദെയർ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ്. ജനങ്ങളുടെ വെൽഫെയറിനും അപ്ലിഫ്റ്റ്മെൻറ്റിനും വേണ്ടി, ഉയർച്ചയ്ക്കും വേണ്ടിയാണ് രാജാവ് ഉണ്ടാവേണ്ടത്. ഹൗവർ ദ കിങ് ഹാസ് വയലേറ്റഡ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ രാജാവ് എന്താ ചെയ്യുന്നത്? തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യുന്നത്, അത് വയലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ദെയർഫോർ ഹി ഹാസ് ലോസ്റ്റ് ദ റൈറ്റ് ടു റൂൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭരണം ചെയ്യാനുള്ള അവകാശമില്ല, നഷ്ടപ്പെടണം. ഹി ആർഗ്യൂഡ് ദാറ്റ് ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൺസ്. നല്ല നിയമങ്ങളാണ് നല്ല വ്യക്തികളെ ഉണ്ടാക്കുന്നത്. റൂസോ ഒപ്പോസ്ഡ് ദ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ. അക്കാലത്ത് നിലനിന്നിരുന്ന ആ പവർ സ്ട്രക്ചറിനെ, അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നുള്ള ആ രീതി, അതിനെ ഒപ്പോസ് ചെയ്തിരുന്നു. ഹിസ് ഐഡിയാസ് വർ ബേസ്ഡ് ഓൺ നേച്ചുറലിസം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നേച്ചുറലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ ജന്മനാ സ്വതന്ത്രനാണ്, പക്ഷേ എവിടെയും അദ്ദേഹം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. റൂസോസ് വർക്ക്സ് ഇൻസ്പയർഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. റൂസോയുടെ വാക്കുകൾ ഫ്രഞ്ച് റെവല്യൂഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ജനങ്ങളിൽ നല്ലൊരു ഇൻസ്പിറേഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ഫ്രഞ്ച് തിങ്കറാണ് മോണ്ടസ്ക്യൂ. ഹി ക്രിറ്റിസൈസ് ദ ഈവിൾസ് ഓഫ് ദ ചേർച്ച് ആൻഡ് ദ ടിറനി ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ സ്വേച്ഛാധിപത്യവും ചേർച്ചിൻ്റെ തെറ്റായ കാര്യങ്ങൾക്കുമെതിരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ആളാണ് മോണ്ടസ്ക്യൂ. ഹി അഡ്വക്കേറ്റഡ് ലിമിറ്റഡ് മൊണാർക്കി ആൻഡ് പ്രൊപ്പോസ്ഡ് ദാറ്റ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ബി ഡിവൈഡഡ് ഇൻ ടു 3 ബ്രാഞ്ചസ്. അതായത് രാജാവിൻ്റെ മൊണാർക്കിയുടെ അധികാരങ്ങൾ ലിമിറ്റ് ചെയ്യണം, അത് കുറയ്ക്കണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് 3 ബ്രാഞ്ചസിലുമായി വീതിച്ച് നൽകണം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിക്ക് 3 പവേഴ്സ് ആയിട്ട് നൽകണം. അവർക്ക് 3 പേർക്കും പവേഴ്സ് വീതിച്ച് നൽകണമെന്നാണ് മോണ്ടസ്ക്യൂ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. ജനങ്ങളുടെ ഫ്രീഡം ഉറപ്പുവരുത്തുന്നതിന് ഈ പവേഴ്സ് ഡിവൈഡ് ചെയ്യണമെന്നാണ് മോണ്ടസ്ക്യൂ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്. എന്താണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്? നമ്മൾ പഠിച്ചു. റൂസോയുടെ ഫേമസ് വർക്കാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. മോണ്ടസ്ക്യൂവിൻ്റെ വർക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ഹി അനലൈസസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ്
ഈ ബുക്കിൽ പറയുന്നത്. ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നിയമങ്ങൾ എങ്ങനെ ഉണ്ടായി, അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് മറ്റ് തിങ്കേഴ്സ് എങ്ങനെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചു വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ഫ്രഞ്ച് തിങ്കേഴ്സ് ജനങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, തങ്ങളുടെ വർക്കിലൂടെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജോൺ ലോക്ക്, അതുപോലെ ഫിസിയോക്രാറ്റ്സ്, എക്കണോമിസ്റ്റായ ടേഗർട്ട്, നെക്കർ, അങ്ങനെ 3 പേരെയും കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ 3 പേരെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ അവരുടെ വർക്ക് പഠിച്ചു. ദ സോഷ്യൽ കോൺട്രാക്ട്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്, അങ്ങനെ രണ്ട് പേരെഴുതിയ വർക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബ്രിട്ടീഷ് ഫിലോസഫറായ ജോൺ ലോക്കും അതുപോലെ എക്കണോമിസ്റ്റായ ടേഗർട്ട് ആൻഡ് നെക്കർ. അപ്പോൾ ഇതിൽ ജോൺ ലോക്ക് എന്നത് ബ്രിട്ടീഷ് ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് 2 ട്രീറ്റികൾ. ഈ ഒരു വർക്ക് എന്താണ് പറയുന്നത്? ഇറ്റ് റിജക്റ്റ് ഡിവൈൻ റൈറ്റ് ആൻഡ് ടിറണി ഓഫ് കിങ്, രാജാവിൻ്റെ സ്വേച്ഛാധിപത്യവും അതുപോലെ ഡിവൈൻ റൈറ്റിനെയും റിജക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനെ നിരസിക്കുന്നതാണ്. അത് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം നിരസിച്ചിട്ടാണ്, അത് ശരിയല്ല എന്നാണ് തൻ്റെ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത എക്കണോമിസ്റ്റായ, അല്ലെങ്കിൽ ഇവരെ ഫിസിയോക്രാറ്റ്സ് എന്നറിയപ്പെടുന്നു, അതും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത തിങ്കേഴ്സാണ്. അവരും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിൽ പ്രോമിനൻ്റ് ആണ് ടേഗർട്ട് ആൻഡ് നെക്കർ. നെക്കർ വാസ് എൻ അഡ്വൈസർ ഓഫ് ലൂയി 16. ഇപ്പം നമ്മളിവിടെ ഭരിക്കുന്ന രാജാവാരാണ്? ലൂയി 16 ആണ്. അപ്പം ഇവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് അഡ്വൈസറായി നിന്നിട്ടുള്ളതാണ് എക്കണോമിസ്റ്റ് ആണ് ടേഗർട്ട്. ആൻഡ് ദ ടേഗർട്ട് കൺസീവ്ഡ് മെനി പ്ലാൻസ് ടു ഇംപ്രൂവ് ദ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ്. ദീസ് എക്കണോമിക് പോളിസീസ് റിഫ്ലക്റ്റഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മിഡിൽ ക്ലാസ്. അപ്പം ടേഗർട്ട് ആരാണ്? മിഡിൽ ക്ലാസ് പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹം മിഡിൽ ക്ലാസിൻ്റെ താല്പര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എക്കണോമിക് പോളിസീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണിത്? എക്കണോമിക് സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി നല്ല രീതിയിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോളിസീസ് ആയിരുന്നു ടേഗർട്ടിൻ്റേത്. എൻകറേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വെർ ഇമ്പോർട്ടൻ്റ് എമംഗ് ദം. അതിൽ പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു? അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുക. മിഡിൽ ക്ലാസ് ആണല്ലോ അഗ്രികൾച്ചർ ചെയ്യുന്നത്, അപ്പോൾ അഗ്രികൾച്ചറിനെ എൻകറേജ്മെൻറ്റ് ചെയ്യുക. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഫ്രീ ട്രേഡ് കൊണ്ടുവരിക, ഫുഡ് ഐറ്റത്തിൻ്റെ ഫ്രീ ട്രേഡ് കൊണ്ടുവരിക. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവുമെന്നാണ് ടേഗർട്ട് വിശ്വസിക്കുന്നത്. അതാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത്. ഈ ടേഗർട്ട് ആരാണ്? ലൂയിസ് 16ന്റെ അഡ്വൈസറാണ്. അപ്പം ഈ ഒരു റിഫോംസ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നല്ല രീതിയിൽ ആക്കി. എന്നിരുന്നാലും മേരി ആൻ്റോയിനറ്റിൻ്റെ അധികമായിട്ടുള്ള ചെലവുകൾ രാഷ്ട്രത്തെ വളരെയധികം കഷ്ടതയിലാക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എസ്റ്റേറ്റ് ജനറൽ മീറ്റ്സ്. അതിനു മുമ്പ് എന്താണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ഫ്രഞ്ച് പാർലമെൻറ്റാണ് എസ്റ്റേറ്റ് ജനറൽ. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് ജനറലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ എസ്റ്റേറ്റ് ജനറൽ സമൂഹത്തിനെ 3ആയി ഡിവൈഡ് ചെയ്തതുപോലെ, ഫ്രഞ്ച് സൊസൈറ്റിയെ 3ആയി ഡിവൈഡ് ചെയ്തതുപോലെ എസ്റ്റേറ്റ് ജനറലിനെയും 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രീസ്റ്റ്, പ്രഭുക്കന്മാർ, അതുപോലെ സാധാരണ ജനങ്ങൾ, അങ്ങനെ 3 കൂട്ടർക്കുമായിട്ട് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന പോലെ 3 വിഭാഗങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ജനസംഖ്യ, അതായത് പുരോഹിതന്മാരുടെ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ചെറിയൊരു ശതമാനം മാത്രമേ അവർ ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവരുടെ പ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ് 285 ആയിരുന്നു. അതായത് 285 മെമ്പേഴ്സ് അടങ്ങുന്നതായിരുന്നു പ്രീസ്റ്റിൻ്റെ ഉപരിസഭയിലുള്ള ആളുകളുടെ എണ്ണം. എന്നാൽ 1,40,000 1,40,000 ഉള്ള പ്രഭുക്കന്മാർ, അവരാണെങ്കിലോ അവർ വെറും 308 അംഗങ്ങൾ, 308 മെമ്പേഴ്സാണ് പ്രതിനിധികളായി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ സാധാരണക്കാരുടെ അംഗങ്ങളുടെ എണ്ണത്തിന് അടുത്തെത്തുന്നില്ല. അപ്പോൾ ജനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികൾ 621, 621 ആണ്. അപ്പോൾ ഈ മെമ്പേഴ്സ് കൂടുതലുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന അംഗീകാരമോ അവരുടെ താല്പര്യങ്ങളോ സംരക്ഷിക്കുന്ന ഒന്നായിരുന്നില്ല എസ്റ്റേറ്റ് ജനറൽ. അപ്പോൾ ഇതിൽ ഉപരിസഭയിലുള്ള ആളുകൾക്കായിരുന്നു എപ്പോഴും മുൻഗണന.
അപ്പോൾ ഇവർ ഒന്നിച്ച് പാർലമെൻറ്റ് കൂടുന്നതിൽ വിമുഖത കാണിക്കുകയും ഇവർ വെവ്വേറെ സ്ഥലങ്ങളിൽ വെവ്വേറെ ഹാളുകളിലായിരുന്നു ഇവർ സമ്മേളിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈസിസ് വന്ന സമയത്തും ലൂയി 16 അഡ്വൈസറായിരുന്ന നെക്കർ വീണ്ടും ഒരു പാർലമെൻറ്റ് യോഗം വിളിച്ചു കൂട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ ഈ രണ്ട് കൂട്ടരും, അതായത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഇതിൽ പങ്കെടുക്കാൻ തീരെ താല്പര്യം കാണിച്ചില്ല. ഒന്നിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് അവർ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇനിയൊരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്നത്, അതായത് ഓരോ എസ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ ഉപരിസഭകൾക്ക് 2 വോട്ടും സാധാരണക്കാർക്ക് 1 വോട്ടുമായിരുന്നു. അപ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വമുള്ളവർക്ക് ഓരോ വോട്ട് വീതവും അവരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പരമ്പരാഗതമായിരുന്നു. അതായത് അവരുടെ അച്ഛനച്ഛന്മാർ അതിൽ മെമ്പറാണെന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയെ അവർക്ക് എന്തായാലും അതിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ആ രീതിയിലായിരുന്നു അവിടെ റെപ്രസെൻറ്റേഷൻ നൽകിയിരുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് റെപ്രസെൻറ്റേഷൻ നൽകിയിരുന്നത് തിരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. ഇലക്റ്റഡ് രീതിയിലായിരുന്നു കോമൺ പീപ്പിളിനെ അവർ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങൾ ആദ്യത്തെ 2 എസ്റ്റേറ്റിനും തീരുമാനിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. കാരണം ഒരു സഭയ്ക്ക് 1 വോട്ട് എന്ന രീതിയിലായിരുന്നു. അപ്പോൾ 2 സഭകളും അതിനെ പിന്തുണച്ചു. എന്നാൽ 3ാമത്തെ സഭ ഒക്കെ ഒറ്റ വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂരിപക്ഷമാർക്കാണ് 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേരുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പോൾ അവരെന്താണോ പറയുന്നത് അതായിരുന്നു ഭരണകൂടം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ജനങ്ങൾക്ക്, 3rd എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് വളരെയധികം ഇഷ്ടക്കേട് ഉണ്ടാവുകയും അതുകൊണ്ട് ഇത് വേണ്ടത്ര രീതിയിൽ അത് വിജയിക്കുകയും ചെയ്തില്ല. ഇപ്പോൾ രാജാവിനാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും അദ്ദേഹം നടത്തിയതുമില്ല. അതുപോലെ ഈ ഒരു സമ്പ്രദായത്തെക്കുറിച്ച്, പാർലമെൻ്ററി സിസ്റ്റത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര നോളേജും ഉണ്ടായിരുന്നില്ല.